ഹലോ ഗായ്സ്, അപ്പോൾ യാസിൻ വ്ളോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിങ്കു ആൻഡ് ഐഷ. അപ്പോൾ ഷിങ്കു വ്ളോഗ്സ് ആൻഡ് ഐഷു വ്ളോഗ്സ് ആണിത് അല്ലേ? ഐഷു വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഗേൾസ് ട്രിപ്പിലാണ് പോകുന്നത് അല്ലേ? നമ്മൾ ഉപ്പച്ചീൻ്റെ സ്കൂട്ടിയും കൊണ്ട് പോവാണ്. ഉപ്പച്ചീൻ്റെ ഹാർട്ട് ഇടിക്കുമെന്ന് തോന്നുന്നത് കൊണ്ട്, പക്ഷെ പ്രശ്നമില്ല കേട്ടോ, ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്നതാണ്. ഞങ്ങളൊന്ന് എന്നെ ഇരുത്തി റൈഡ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ടാണ്. പക്ഷെ ഇവിടുന്ന് എത്ര നാൾക്ക് ശേഷമാണ് വണ്ടി തൊടുന്നത്? 2 വർഷത്തിന് ശേഷമാണ്. ഇല്ല, കഴിഞ്ഞ വർഷം തൊട്ട്. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഹെൽമെറ്റ് വെക്കണം. സേഫ്റ്റി പ്രിയോറിറ്റി അല്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ വിളിക്കും, എന്തെങ്കിലും ആയ വരണോട്ടോ. വണ്ടി എടുത്തിട്ട് ഈ മുറ്റത്ത് ഓടിച്ചു ഞാൻ ഓടിച്ചു കാണിച്ചു. ഷിങ്കു അന്ന് കാർ ഓടിച്ച പോലെ ആവരുത്. ഇല്ല, നിന്നലെ ഇത് ഞാൻ സെറ്റപ്പ് ആക്കി തരാം കേട്ടോ. ഇപ്പൊ ശരിയാക്കി തരാം. അല്ലേ? ഇപ്പൊ ശരിയാക്കി സേഫ് ആയിട്ട് കൊണ്ടുവരണേ. പക്ഷെ താഴെ ഇറക്കി തന്നെ. ഞാൻ താഴത്തുനിന്ന് കയറുള്ളൂ. അതാ ഈ കുഞ്ഞാവാണ്. ഇത്ര ഓടിക്കുന്ന ആൾക്ക് സീക്കായിട്ട് ഓടിക്കാം. കണ്ട ആള് നമ്മള് തെറ്റിദ്ധരിച്ചിട്ടാ. കണ്ട എത്ര ഉള്ളത്. സൂപ്പർ. ഞാൻ പണ്ട് മുതലേ ഓടിക്കുന്നതാ. ആണോ? ഗേൾസ് മാത്രമാണ്. ഇനി ഇറക്കിത്താ. എന്റെ വീട്ടിൽ മല ഒന്നുമില്ല, അതെനിക്കറിയില്ലേ. അവിടുന്ന് ഞാൻ പോയിക്കോളാം. തോടിന്റെ അവിടെ ഞാൻ പോയിക്കോളാം. നീ അല്ലേ ഇറക്കുന്നെന്ന് പറഞ്ഞാൽ ഇറക്കുന്നില്ല. ഞാൻ എടുക്കാം, വീഡിയോ ട്രൈ ചെയ്യുന്നോ? അപ്പൊ ഞാൻ വണ്ടി താഴേക്ക് ഇറക്കി തരാം. ട്രിപ്പ് ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടോ? സേഫ് ആയിട്ട് എത്തിക്കണേ. ബൈ ബൈ, പോയിട്ട് വരാം. ഓക്കെ. ഇപ്പൊ മഴ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം പ്രശ്നമില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കും. അതെ, ശരിയാണ്. ശിങ്കു എന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു. ഇല്ലാണ്ട് എന്നെ ഓടിച്ചേർന്ന്. എന്ത് ഭംഗിയാ ഇവിടെ അല്ലേ? പാപ്പാക്ക് പേടിയാ. അതെന്തുകൊണ്ടാ? ആ കഥ അറിയോ എല്ലാവർക്കും? ഒരു ഓട്ടോ കഥ ഇല്ലേ? അത് കാറ്, ബൈക്കല്ല. ബൈക്കില് ഞാൻ പ്രോ, സ്കൂട്ടിയില് ഞാൻ പ്രോ ആണ്. എന്റെ ലൈസൻസ് നോക്കിയോ? ഇതാണ് എന്റെ ലൈസൻസ്. കണ്ടോ? ഇതെന്റെ ഇന്ത്യൻ ലൈസൻസ്. ഓക്കെ മാഡം. ലൈസൻസ് ഒക്കെ നോക്ക്. എന്തൊരു തെന്നി വീഴുവോടെ. നമുക്കിതൊക്കെ പ്രശ്നം ഇല്ല. ശരി, ഗ്രിപ്പ് കിട്ടുന്നുണ്ട് നടക്കാൻ. അല്ലെങ്കിൽ ഭയങ്കര പാടല്ലേ? ശിങ്കുര നടത്ത നോക്ക്. എന്താ 2 എണ്ണം ഇറങ്ങി വരുന്നുണ്ട്. ബൊമ്മക്കുട്ടികളെ മാതിരിയുണ്ട് രണ്ടും. അതായത് വണ്ടി ഓടിക്കാം, നടക്കാൻ പറ്റൂല രണ്ടിനും. വണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവരെ അറിയാണ്ട് ഇവരെ പുറകെ പോയി നോക്കണം. ഇന്ന് അവരെ ഒറ്റക്കൊന്നും വിട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അതിന്റെ ഇത് തട്ടിയിട് 2 സൈഡിലും. കാല് വെക്കാനുള്ള. നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഫ്രൂട്ട് ബെറി നെസ്റ്റോലോ. ലൈസൻസ് എടുത്തോ കയ്യില്? ലൈസൻസ് കയ്യിലെടുത്തോ? ഓണാക്ക്. ഇതെന്തത്? കാല് അയിമ വെച്ചിട്ട് ഇങ്ങനെ പോവാനാ?
കൊണ്ട് പോണുണ്ട്. ഒരു കാര്യം ചെയ് ആയിഷേ, ആയിഷ്, ഓയ് ഞാൻ ബൈക്ക് എടുത്തിട്ട് വരാം, വെയിറ്റ് ചെയ്, ഞാൻ നോക്കട്ടെ. ആ തൊയഞ്ഞ് പോണ്ട്. ആ പിന്നെ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ബൈക്ക് തൊട്ടുന്നത്. പക്ഷേ ആ ഒരു എന്താണ് സ്റ്റാർട്ടിങ് ട്രബിളൊന്നുമില്ല. വണ്ടി എടുക്കുന്നു വിടുന്നു. അത് ആ കട്ടറിട്ട റോഡായിട്ടാണ് ആയിഷ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ശിങ്കോറ്റൊക്കെ കയറ്റിയായിരിക്കും. ഒരാൾ തല്ലിക്കൊടുക്കണ്. പോണ്ട് ഗൈസ്. നല്ല റോട്ടിൽ നല്ല പോലെ ഓടിക്കും തോന്നണേ. കാലത്തുണ്ട്, 2 കാലെത്തും. അതുകൊണ്ട് ആ വിഷയം കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നണേ. ഒരാള് തള്ളുക, ഒരാള് പോട്ടെ പോട്ടെ. ഹെൽമെറ്റൊക്കെ ഇട്ടിക്കണേ രണ്ടാളും. ശിങ്കുവിന് ഇപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് 2018, 7 വർഷമായി. 2025 ആയില്ലേ, 7 വർഷമായിട്ട് ലൈസൻസ് ഉണ്ട്. എന്നാൽ ഞാൻ ബൈക്ക് എടുത്തിട്ട് ഓരോ പുറകിൽ പോവാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത്. സോ ഗൈസ്, എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടി. അപ്പം ശിങ്കു നല്ലോണം ഓടിക്കണ്ടല്ലോ. ഞാൻ കാറെടുത്ത് അപ്പോൾ ഒരതാ മുന്നിൽ പോകുന്നുണ്ട്. ഞാൻ ഓരോ പുറകെ വെച്ച് ഇങ്ങനെ പിടിക്കുക പതുക്കെ. പോക്ക് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് പിന്നെ തൃശ്ശൂരും ആലപ്പുഴയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വണ്ടി ഓടിക്കൽ കുറച്ച് റിസ്ക് ഉണ്ട് വയനാട്ടിൽ. ഒന്നാമത് വളവും തിരിവാണ് റോഡുകൾ മൊത്തം. പിന്നെ കയറ്റം കൂടുതലായിരിക്കും. ഈ ആലപ്പുഴയിലൊക്കെ നിരന്ന റോഡ്, നേരെ. ശിങ്കുവിൻ്റെ നാട്ടിലൊക്കെ നേരെയാണ് റോഡ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറ്റത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തേണ്ടി വരും. ഇപ്പോൾ ഇവിടെ റോട്ടിലേക്ക് കയറുമ്പോൾ ഒരു കയറ്റുണ്ട്. അവിടെ ഇനിയിപ്പോൾ ഹീറ്റുകൾ എങ്ങനെ പോകുന്നതാണ് എനിക്കറിയേണ്ടത്. ശിങ്കുവിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പോണേ. ക്ലീനായിട്ട് പോകുന്നുണ്ട്. കയറ്റത്ത് നിർത്തിയില്ല ഗൈസ്, ഒറ്റടിച്ച് കയറ്റി. വണ്ടി വരാത്ത ബാക്കിയുണ്ട് അവിടുന്ന്. എല്ലാം കഴിഞ്ഞിട്ടാ നോക്കണേ ലോറി വരുന്നുണ്ടോ എന്നൊക്കെ. അടിപൊളി. പോട്ടെ പൊക്കോ നിങ്ങൾ പൊക്കോ. ഓ നല്ല സ്പീഡിലാണല്ലോ, വൻ പോകാണല്ലോ. ആഴ്ച പറയുന്നുണ്ട് പതുക്കെ പോ, വെല്ല പോന്നൊക്കെ വേക്കുന്നത്. ഓടിച്ച് വരുന്നുണ്ട്. ഞാൻ ഗ്ലാസ്സിൽ കൂടെ കേട്ടോ, വണ്ടീൻ്റെ ഗ്ലാസ്സിൽ കൂടെയാണ് എടുക്കുന്നത്. ഞാൻ എവിടെ നിർത്തണേ? എന്നാ പോട്ടെ. എന്താ പോണേ ഫ്രൂട്ട് ബേ. ഇനി ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ. അവിടെ നിർത്തട്ടെ. വണ്ടി ഓടിച്ചിട്ട് ഞാനും വിചാരിച്ചു. ഞാനും അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഇത് പിന്നാലെ വന്നല്ല, പിന്നെ ഫസ്റ്റ് ടൈം ഇല്ലേ. വേണ്ട അനക്ക് പേടി ഉണ്ടായിരുന്നോ? ഇപ്പൊ പോയില്ലേ? ഇനി ഇടക്കിടക്ക് നെസ്റ്റോല് ചിക്കൻ വാങ്ങാനൊക്കെ 2 ആൾ കൂടിയാണ് ഇപ്പൊ. നീ ഓടിക്കൂല? ലൈസൻസ് ഇല്ലല്ലേ? അതിനെന്താ ഡ്രൈവർ പഠിപ്പിച്ചോ?
എനിക്ക് പിന്നിലെത്താ ഞാൻ മാമിനെ പഠിപ്പിച്ചിട്ടുണ്ട്. മാമിനെ ഞാൻ പഠിക്കണം. ബപ്പടായി പോയല്ലോ. എന്തൊരു കുറച്ച് കുറക്കി തള്ളു. ഇപ്പം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച്. ഞങ്ങളിപ്പോ ഫ്രൂട്ട് ബേയിൽ വന്നാട്ടോ. ശരി. നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാ. ഗ്രോസറി സ്റ്റോറിൽ നമ്മള് ഇന്ന് കുറേ നാൾ കൂടി നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഷുഗർ നമ്മൾ ചീറ്റ് ആയിരുന്നു. ഇന്ന് കുറെ മധുരം എല്ലാ ദിവസവും ചെയ്യണ്ടേ. ഏയ് ഇന്ന് കുറെ കാര്യങ്ങൾ വേസ്റ്റ് ഒക്കെ ആണ്. കുറെ നാളായി പുറത്തിറങ്ങിയിട്ട്. സോ നമുക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ടൈം കിട്ടിയില്ല. അപ്പം ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഉമ്മ തോരൻ വെക്കാനുള്ളതും കറിക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ബിസ്ക്കറ്റാ ചീറ്റ്. സോ നോ പ്രോബ്ലം. ഈ ഡാർക്ക് ചോക്ലേറ്റ് നോക്കാം. ഡാർക്ക് ചോക്ലേറ്റ് നോക്കിയത് അവിടെ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കട്ടെ. ഇതിന്റെ ബാക്കി എന്നിട്ട് കാണാം. സോ ഗൈസ് തിരിച്ചു പോവാണ്. നെസ്റ്റോയിലൊക്കെ കയറി ഒരു സാധനമൊക്കെ വാങ്ങിയപ്പോ രാത്രിയായി. ഇപ്പം സമയം എത്ര മണിയായിന്ന് വെച്ച് കഴിഞ്ഞാൽ 8:48 ശിങ്കു മുന്നിൽ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. പിങ്ക് കാണുന്നില്ലേ? സൂം ചെയ്ത് ഞാൻ റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിക്കണേ. പ്രൊട്ടക്ഷനാ വേക്കില്. എന്തായാലും നല്ല കോൺഫിഡൻസോടെ ശിങ്കു വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾ, അങ്ങനല്ല വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ് എന്നുള്ളത് പറയൂല. വൃത്തിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. ആയിഷ ഈ വണ്ടി കയറി. രാത്രി ആയല്ലോ, ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓട്ടോറിക്ഷക്കാരനൊക്കെ വേക്കുന്നത് ഓണിടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആയിഷ? അഭിപ്രായം പറയും. പേടി തോന്നിയോ? വെട്ടല് വണ്ടി ലോറിയൊക്കെ വരുമ്പോ പതറിപ്പോവാ അങ്ങനൊന്നുമില്ലല്ലേ? പിന്നെ ആയിഷ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, വയനാട്ടില് വണ്ടി കുറവുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് എന്താ അറിയോ? ഇവിടുത്തെ റോഡ് സ്ട്രെയിറ്റ് റോഡല്ല. ആലപ്പുഴയിലൊക്കെ എല്ലാം സ്ട്രെയിറ്റ് അല്ലേ? അതായത് പരന്നിട്ട് കുന്ന് ഇങ്ങനെ കയറ്റത്തുണ്ടെങ്കിൽ വണ്ടി വെക്കുക. പിന്നെ വളവും തിരിവൊക്കെ കുറവല്ലേ? ഇവിടെ അത് കുറച്ച് കൂടുതലുണ്ട് കമ്പയർ ചെയ്യുമ്പോ. ഫ്രീ ആയിട്ട് ഓടിക്കാം. പക്ഷെ അവിടെ ട്രാഫിക് കൂടുതലുണ്ടാവും. ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഇവിടുന്ന് കുറച്ച് ഒരു 500 മീറ്റർ പോയിട്ട് വലത്തോട്ട് എടുക്കാറുണ്ട്. അവിടെ ടെൻഷൻ ഇല്ലാതെ എടുക്കായിരിക്കും അല്ലേ? പേടിക്കണ്ട, ഞാൻ ബ്ലോക്ക് ഇടാം. ഒരു വട്ടം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് ഇനി സുഖാണ്. പേടി പോവും. ഇനിയിപ്പോ എന്നും എടുക്കാം. വണ്ടികൾ വന്നിട്ട് പോട്ടെ സിംഗോനോട് പേടിക്കാതെ എടുത്തോളാൻ പറയണം. ഒളിഞ്ഞിപ്പോ ഇവിടെ നിർത്തല്ലേന്ന് പറയണം. നിർത്തണ്ട നിർത്തി നോക്കിട്ട് എടുക്കുള്ളൂ. നിർത്തരുത്. ചേടോ ബസ്സേരന് അതിനും വലിയത്. പെട്ടെന്ന് എടുത്തിട്ടോ. ആ ബേജാറായിട്ട് അവിടെ നിന്നിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ബേജാറായിട്ട് അവിടെ നിൽക്കും. ഇവിടെ ഇച്ചിരി പാട്. ഹെൽപ്പ് ചെയ്യുന്നോ? ഇവിടെയാ? ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ നേരത്തെ ഇല്ല, ഇവിടെ ഉപ്പച്ചുണ്ട് കുറച്ച് മുന്നില്. അപ്പം ഉപ്പച്ചി എന്താക്കിക്കോളും. ഇനി കണ്ട് ശിങ്കുതിൽ കയറിക്കോട്ടെ. ഉപ്പച്ചി ഏതൊരു വീട്ടിലുണ്ട് പറഞ്ഞിരിക്കണേ. അമ്മ വിളിച്ചു പറഞ്ഞു. കേറ്റ എന്തായാലും ഇപ്പൊ കേറ്റണ്ട, സെറ്റപ്പ് ആയിട്ട് കയറിക്കോട്ടെ. സിംഗു 4 വീലർ പിന്നെ ലൈസൻസും ഉണ്ട്, 2 വീലർ ലൈസൻസും ഉണ്ട് കേട്ടോ.
കാർ ഓടിക്കാനുള്ള ലൈസൻസും ഉണ്ട്, ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസും. അത് സുഖായില്ലേ? ഇല്ല ഇപ്പൊ ഞാനത് പഠിപ്പിച്ച് ലൈസൻസിന് കൊടുത്ത് സുഖമായില്ല. പഠിക്കുന്നല്ല നല്ലത്. കാറിന്റെ ടച്ച് കിട്ടുമില്ലേ? അങ്ങനല്ല, ഓൾറെഡി ലൈസൻസ് ഉണ്ടല്ലോ. ഇല്ലേ ഞാൻ കുറച്ചുകൂടെ ഫോർമാലിറ്റി മാറിയില്ലേ? ആ ഇപ്പൊ ഇവളെ പഠിപ്പിക്കാൻ ഡെയിലി കൊണ്ടുവരണം. ഇതാകുമ്പോ ടച്ച് വിട്ടിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാല് പോയി. ശിങ്കു തന്നെ സുമ്മാവാ. റോട്ടിലാണല്ലോ വണ്ടി. മേഡം ഷെയ്ഡ് ആക്കുക. ഏത് ഉപ്പച്ചി എവിടെ നോക്കട്ടെ. സോഡ ബഷീർ ഉണ്ടോ? ഇല്ലല്ല, ഉപ്പച്ചിയെ വണ്ടി എടുത്തോളി. ആ അവിടെ വെച്ചാൽ ആത്മാർത്ഥതയുടെ നിറകുടം അടുക്കണ്ടിരുന്നല്ലേ. പോവോ? വണ്ടി പോവോ? ഇല്ല ഇല്ല തോന്നുന്നു. സോ ഗൈസ്, ശിങ്കു ഉപ്പച്ചിക്ക് വണ്ടി കൊടുത്തിട്ട് നടന്നു വരുന്നുണ്ട്. കുളിച്ച് വീഡിയോ എടുത്താണ് ഞങ്ങൾ അങ്ങനെ ചെയ്യോ? നിന്റെ നല്ലതല്ലേ ഞങ്ങൾ നോക്കത്തുള്ളൂ. ഓരായിരുന്നോ? വേറെ ആരോ ആണെന്ന് എനിക്ക് ആ വീട്ടിൽ കയറിയിട്ട് ഒരു ബിസ്ക്കറ്റ് ഞാൻ അത് ലൂയിക്ക് കൊടുത്ത് ഇത്രയൊക്കെ നടന്നു ഇതിനിടയിൽ. ഞാൻ വിചാരിച്ചു ആദ്യം കേട്ടു. പിന്നെ ഉപ്പച്ചി പറഞ്ഞ് അവര് കുറച്ചുകൊണ്ട് വരുള്ളൂ എന്തോ വർത്തനം പറയണ്ടോ. ഉപ്പച്ചിക്കും അളിയനക്കും. അളിയനോടുണ്ടോ? അളിയനല്ലേ വണ്ടി ഓടിക്കുന്നത്. അളിയനോട് അളിയനെ അങ്ങനെ പരിചയം അവിടെ? ഞാൻ വണ്ടി അങ്ങോട്ട് ആക്കിയപ്പോ എന്നെ കണ്ടപ്പോ നിർത്തിക്കാണ്. ബാക്കി പറ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്താ എനിക്ക് ഞാൻ ഓടിക്കലുണ്ടാവും. എന്റെ ഉമ്മ കണ്ടതൊക്കെ ചിരിക്കുന്നു ഓടിക്കാത്ത പോലെ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവര് ആദ്യമായിട്ട് കാണുന്നോണ്ടാ ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ടാ ഗൈസ് കാണുന്നത്. പക്ഷെ എന്റെ വീട്ടിലേക്ക് ഇത് അത്ഭുതമല്ല. പക്ഷെ കാർ ഓടിക്കുമ്പോ അതും അത്ഭുതമായിരിക്കൂല. പക്ഷെ എന്നാലും ഒന്നും പണ്ടത്തേക്കാളും ഉഷാറായി ഓടിച്ചാൽ അത് അത്ഭുതമായിരിക്കും. നീ എന്നെ കാർ ഓടിപ്പിക്കാൻ പഠിപ്പിക്കണേ. ഞാനത് എന്താ പറഞ്ഞേ? ഞാനൊന്നും പഠിപ്പിക്കണ്ടല്ലോ. എന്തിനി? ഓൾറെഡി അറിയാലോന്ന്. എനിക്ക് കാർ ഓടിക്കൂല. അങ്ങനല്ല, എനിക്ക് സൈഡ് ഞാൻ ഓടിക്കുമ്പോഴേ ഫ്രണ്ടിലൊരു വണ്ടി പാടില്ല, ആർത്താലായിരിക്കണം ഞാൻ ഓടിക്കും. എല്ലാം എനിക്ക് വേണ്ടിയാണോ റോഡ്? എനിക്കില്ലേ കാറിൽ എന്താ പ്രശ്നം? സൈഡ് നോക്കാൻ അറിയൂല രണ്ട് ഭാഗത്ത്. അതാണ് കാർ ഓടിക്കൽ പഠിക്കുക. പഠിപ്പിച്ചോ? അത് കൂടി പഠിച്ചു കഴിഞ്ഞാല്. പക്ഷെ സ്റ്റിയറിംഗ് നോക്കിയാണ് ഓടിച്ചു പോകാൻ അറിയാം. ഇതെന്താ പ്രശ്നം അറിയോ? ഇതിപ്പോ വലിയ വണ്ടിയല്ലേ, ഞാനും ഇതിന്റെ സൈസ് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. വലിയ വണ്ടികൾ ഓടിക്കുമ്പോ സൈസ് മനസ്സിലാക്കാൻ കുറച്ച് ദിവസം ഒന്ന് നമ്മൾ ഓടിക്കുക തന്നെ വേണം. എത്ര ഉണ്ട് സൈഡൊക്കെ, എത്ര ഉണ്ട് നമുക്ക് പഠിക്കണം. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ അനിയത്തിമാരൊക്കെ ഇപ്പൊ കാറുകൊണ്ട് പറക്കും. അവരിപ്പൊ ലൈസൻസ് എടുത്തവരാ. അമ്മു ഇല്ലേ അംജദിന്റെ, അവളിപ്പൊ ഉമ്മ പറഞ്ഞു നല്ല രീതിയിൽ വണ്ടി ഓടിക്കണം. അങ്ങനെ കൊടുങ്ങല്ലൂരുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആൾക്കാരല്ലേ. എന്നോട് ലൈസൻസ് എടുത്ത് അവിടെ വെച്ചിരുന്നോ മലമലയില്. പിന്നെ ലൈസൻസ് അങ്ങനെ കാണിക്കാൻ പാടില്ല. യൂട്യൂബിൽ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ്. ഞാൻ ഒന്ന് കാണിച്ചു കട്ട് ചെയ്തേക്ക്. പക്ഷെ പൊത്തി പിടിച്ചു ഫോട്ടോ അങ്ങനെ കാണിക്കരുതേ. യൂട്യൂബിൽ നിന്ന് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണൊക്കെ. പിന്നെ ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് സുഖമൊക്കെ ഉണ്ടാവും. ക്യാമറ ഒക്കെ ഉണ്ടല്ലോ 360. അപ്പം പിന്നെ വണ്ടി അവിടെ വെക്ക്.
എന്തേ? സാധനം ഇറക്കണ്ടേ? നീ ഇവിടെ നിർത്തി പോയി. ഒന്നും അധികം കേൾക്കണ്ട. വണ്ടി കഴുകണ്ടേ? ഇന്ന് ഞാൻ ഇതിന്റെ ഉള്ളൊക്കെ വൃത്തിയാക്കിയാണ് ഗൈസ്. എന്തിനെപ്പോഴും വൃത്തിയാക്കണം? ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കിയ പോരെ. വണ്ടിയിൽ അപ്പ് കയറിയാ പോരെ. നാളെ വൃത്തിയാക്കണം. ഞങ്ങൾ വൃത്തിയാക്കാൻ മാത്രം കേട്ടു. ഈ വീഡിയോ ഇന്നലെ രാത്രി നിങ്ങൾ അറിയോ നമ്മൾ ചോരം കാണാൻ ഇന്ന് രാവിലെ നമ്മള് വിളിച്ചില്ല എന്തോ യാസിരിക്കാണ് വൃത്തിയാക്കിയത്. പക്ഷെ നാളെ വൃത്തിയാക്കണം. മറ്റേ എന്തിനാ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കിയാ മതി. ഞാൻ എന്നെ 2 ദിവസത്തെ നാളെ രാവിലെ വിളിക്കും വൃത്തിയാക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ഇറങ്ങിയിട്ട് പറയാം. ഇപ്പൊ കട്ട് ചെയ്തോ.